കോഴിക്കോട് മാലൂർ കുന്നിൽ ഒരു അപകടം. അവിടെ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ അച്ഛനും മകളും മരിച്ചു. ഒരു ഉപ്പയും മകളും മരണപ്പെട്ടു പോകുന്നു. ഉപ്പയും മകളും കൂടി ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചു കാണില്ല അതവരുടെ അവസാനത്തെ യാത്രയായിരിക്കുമെന്നുള്ളത്. കോഴിക്കോട് NGO ക്വാർട്ടേഴ്സിന് സമീപത്തായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ആ ഒരു അപകടത്തിൽ റാഫി എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ നെഹയും മരണപ്പെടുകയുണ്ടായി. വെറും 19 വയസ്സാണ് ഫാത്തിമ നെഹയുടെ പ്രായമെന്ന് പറയുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടുപോയി അവസാനം ഒരു വീടിൻ്റെ മുകളിലേക്ക് ഈ ബൈക്കും ഈ രണ്ടുപേരും ചെന്ന് വീഴുകയാണ്. ആ ഒരു അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അവിടെയുള്ള നാട്ടുകാർ കൊണ്ടുപോയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളിമാടുകുന്ന് JDD ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ നെഹ. ഈ ഒരു അപകടം നടന്ന സ്ഥലം അതീവ ജാഗ്രതയോടുകൂടി ഒരു അപകട മേഖലയായിട്ടാണ് ആളുകൾ കാണുന്നത്. അത്തരം ഒരു അപകട സാധ്യതയുള്ള റോട്ടിൽ വെച്ചുകൊണ്ടാണ് ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് രണ്ടുപേരും മരണപ്പെട്ടു പോകുന്നത്. ഈ ഒരു അപകടം നടന്ന സ്ഥലം അതീവ അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഇതിനു മുമ്പും പല വിധത്തിലുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡെന്ന് പറയുന്നത് വല്ലാത്തൊരു കുത്തനെ ഇറക്കമുള്ള ഒരു റോഡാണെന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം, ഈ കുത്തനെ ഇറക്കമുള്ള റോഡിലൊക്കെ പലപ്പോഴും വാഹനങ്ങൾ അത് ഓടിച്ചു പോകുന്നവർക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത്തരത്തിലായിരുന്നു ഈ മകളും പിതാവും ആ റോട്ടിലേക്ക് ഈ ബൈക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു സുരക്ഷാ ഭിത്തി വരെ തകർന്നാണ് ഇവർ നേരെ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് മറിഞ്ഞു വീഴുന്നത്. അതിൽ നിന്നും ആ ഒരു അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2024 ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു അപകടമുണ്ടായി. അന്ന് ഇതുപോലെ ഒരു സ്ത്രീ സഞ്ചരിച്ചിരുന്ന ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ട് അവസാനം ആ സ്ത്രീ ഒരു വീടിൻ്റെ ടെറസിലേക്ക് വന്ന് വീഴുകയും തൽക്ഷണം മരണപ്പെട്ടു പോവുകയുമാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ സ്ഥലത്ത് വെച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. പക്ഷെ അത്തരം അപകടങ്ങൾ നിരന്തരമായി സംഭവിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇതുവരെയും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി നാട്ടുകാരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. മോത്തി മാലൂർ കുന്നിൽ ദാരുണമായ അപകടം ആണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ അപകടം. പിതാവും മകളുമാണ് മരിച്ചത്. എരഞ്ഞിക്കൽ സ്വദേശി റാഫി, അതുപോലെ JDT കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിട്ടുള്ള മകൾ ഫാത്തിമ നഹ എന്നിവരാണ് മരിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഉള്ള സ്ഥലത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ചെങ്കുത്തായ ഇറക്കമാണ്. ആ ഇറക്കം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇവിടെ ഒരു വളവാണ്. ഇത് ചേവായൂരിൽ നിന്ന് കണ്ണാടിക്കൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയാണ്. അത് കൃത്യമായി സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ മാലൂർക്കുന്ന് പോലീസ് ജില്ലാ സായുധ ആസ്ഥാനം കഴിഞ്ഞുള്ള ഇറക്കമാണ്. അതാണ് ഈ വലിയ ഈ ചെങ്കുത്തായ ഇറക്കം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ തന്നെ നേരെ വളവാണ്. ഇവിടെ ഈ വളവിലേക്ക് പോകാതെ വാഹനം ഈ സ്കൂട്ടർ നേരെ ഇവിടെ ഒരു ചെറിയൊരു ഭിത്തി ഉണ്ടായിരുന്നു. ആ ഭിത്തി ഇടിച്ച് തകർത്തതിന് ശേഷം താഴ്ചയിലുള്ള വീട്ടുമുറ്റത്തേക്ക് മറിയുകയാണ് ഉണ്ടായത്. ഏകദേശം 15 അടി താഴ്ചയിലേക്കാണ് സ്കൂട്ടർ മറിഞ്ഞത്. ഈ വീടിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത മുറ്റമാണ്. ഈ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഈ ചെങ്കുത്തായി ഇറക്കം വളവൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനു മുൻപും പല അപകടങ്ങളും സംഭവിച്ച 3 പേർക്ക് ഇതേപോലെ തന്നെ ഇവിടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ ഇതിനു മുൻപേ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിലായി നടന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഇതുപോലെ ഈ കുന്നിറങ്ങി വന്ന വാഹനം നേരെ പോയി ഈ വീടിന്റെ മുകളിലേക്ക് അടക്കം പതിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായി. അപകട മേഖലയാണെന്ന് കാണിച്ച് റോഡിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് യാത്രക്കാർക്കത് ഭീഷണിയായി മാറുകയാണ്. ഇതിൽ മരണപ്പെട്ടുപോയ റാഫിയുടെ ഭാര്യ അവർ കുവൈറ്റിലാണ്. അവരുടെ മരുമകളുടെ അടുത്തേക്ക് പോയതാണ്. അവിടെ നിന്നും നാളെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാനിരിക്കുന്ന സമയത്താണ് ഒരുപക്ഷെ ഈ ഒരു അപകട വാർത്ത അവരുടെ കാതുകളിലേക്ക് എത്തുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അത് എത്രത്തോളം വേദനാജനകമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും തൻ്റെ മകളും ഒരുമിച്ചൊരു അപകടത്തിൽ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഒരിക്കലും താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല. അവർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർ കാണേണ്ടി വരുന്നത് തൻ്റെ ഉറ്റവരുടെ പ്രിയപ്പെട്ടവരുടെ ആ മയ്യത്തുകളാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടുപേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മാതാവിന് അതോടൊപ്പം കുടുംബക്കാർക്ക് എല്ലാവർക്കും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിക്കാം. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള പരിപാടി. ഭാര്യയ്ക്ക്, ഭർത്താവിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ ഇത്തരത്തിൽ സർപ്രൈസായി ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഈ ഗിഫ്റ്റുകൾ ഇവരിങ്ങനെ വെറുതെ കൊടുക്കാറില്ല. നേരെ മറിച്ച് ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന വ്യക്തി അവർ വല്ലാതെ ടെൻഷനാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കള്ളങ്ങളും പറഞ്ഞു വയ്ക്കാറുണ്ട്. അത്തരത്തിൽ പ്രായമായ ഉമ്മയ്ക്ക് സർപ്രൈസായി ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി.
ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. നിങ്ങളുടെ എടുക്കൂ കുറച്ച് സീനായി കൊടുത്തോന് ഒന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല പൂടിച്ചിട്ട് താരി മുഖ പൊടിയാക്കാൻ നിങ്ങൾ പൊരുക്കുവന്നു സാധിക്കുന്നവരല്ലേ അവൻ്റെ ഉപ്പയാൻ പറ്റണ്ടാവും വണ്ടി കുത്തിയിട്ട് പോയിന് നിർത്തിക്കുന്നില്ല അവിടെ ചട്ടഞ്ചാലിന് ഞങ്ങളെ വണ്ടിക്ക് കൊണ്ടിന് ഒരു ചെക്കൻ ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ പോയിട്ട് ഒന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല പൂടിച്ചിട്ട് താരി മുഖ പൊടിയാക്കാൻ നിങ്ങൾ പൊരുക്കുവന്നു കൊടുത്തോന് വണ്ടി ഞങ്ങൾ കൊണ്ടിട്ട് വെച്ചു ഓനെ കുത്തി നിന്നിട്ട് ഓനടിച്ചിട്ട് പോയി ഓൻ്റെ ഉപ്പുണ്ടാ പള്ളിയപ്പോ വരാൻ പറയും ഓനക്കിങ്ങ വിളിച്ചിങ്ങ ഫോണ് സാധിക്കിന് ഓനോട് ചെല്ലാൻ മതി കുറച്ചു മുന്നേ ആരെ കുത്തിട്ട് പോയിന്ന് ചോദിച്ചാൽ മതി ഓനോട്. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഞാൻ അവിടെ ഹോസ്പിറ്റലുണ്ട് നിങ്ങൾ എന്തെങ്കിലും ആക്കിരി ഫോണോട് വരാനായിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ എടുക്കൂ നിങ്ങൾ ചൊടിക്കണ്ടില്ല വരല്ലോ കുറച്ച് സീനായി അപ്പൊ സാധനം നമുക്ക് കൊടുക്കാൻ പോവാം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പേടിപ്പിച്ചിട്ട് കൊടുക്കണോ ചെല്ലുണ്ട് പേടിപ്പിച്ചിട്ട് തന്നെ ഓന് പേടിപ്പിക്കാൻ ചെല്ലുണ്ട് മാത്രം പേടിപ്പിച്ച ഓർ ചെല്ലിയെന്നാ ഉപ്പാനും ഉമ്മാനും 36ാമത്തെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ കൊടുക്കുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ തന്നെ പള്ളിയില് നോക്കൂ, സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തോളൂ, കൊടുക്കണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് പറയേണ്ട ഓരോ കാര്യങ്ങളും അത് മനസ്സിലാക്കി ചിന്തിച്ചു വേണം പറയാൻ. നോക്കൂ, ഈ ഒരു ഉമ്മയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കൊടുത്ത ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ്. പക്ഷെ അത് കൊടുക്കുന്ന സമയത്ത് അതിലാ സഹോദരൻ പറയുന്ന കാര്യം ആ ഉമ്മയുടെ മകന് എന്തോ അപകടം സംഭവിച്ചെന്നോ വണ്ടി ഇടിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതാദ്യം കേൾക്കുന്ന സമയത്ത് ഉമ്മ വല്ലാതെ ഷോക്കാകുന്നുണ്ട്, വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാകാം, പക്ഷേ ആ ഉമ്മയ്ക്ക് എങ്ങാനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു അവസ്ഥ. നമുക്കൊരു പ്രായമായ ഉമ്മയാണ്, അതും നിസ്കാരപ്പായി നിന്നും എഴുന്നേറ്റ് വന്നൊരു ഉമ്മ. ഒരുപക്ഷെ തൻ്റെ മകൻ്റെ ആഫിയത്തിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി, അപകടത്തിൽ നിന്നും തൻ്റെ മകനെ അല്ലെങ്കിൽ മക്കളെ രക്ഷിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു ഉമ്മ നിസ്കാരപ്പായി നിന്നും എഴുന്നേറ്റ് വന്നത്. ആ ഉമ്മയുടെ അടുത്തേക്കാണ് ഇത്തരത്തിൽ മകൻ അപകടം സംഭവിച്ചു, വണ്ടി ഇടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നോക്കിയ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് സഹോദരങ്ങൾ കമൻറ്റ് ചെയ്തു, പ്രായമുള്ള ഉമ്മയോട് വേണോ ഇങ്ങനെ ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്തു മറുപടി പറയുമായിരുന്നു എന്നടക്കമുള്ള കുറേ കമൻറ്റുകൾ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൊരു മാതാവിൻ്റെ വാത്സല്യം, സ്നേഹം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. തൻ്റെ മക്കൾക്ക് വേണ്ടി എന്നും കണ്ണീരോടുകൂടി ദുആ ചെയ്യുന്നവരാണ് മാതാവ്. ആ മാതാവിനടുക്കിലേക്ക് തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. ഒരിക്കലും അവർക്ക് താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല ഇത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പരിപാടികൾ ചെയ്യാതിരിക്കുക.